ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ലെസണിലെ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഗ്രാനി ഫൈനലി എഗ്രി ടു ട്രാവൽ ടു മസൂറി? മസൂറിയിലേക്ക് പോകാമെന്ന് അവസാനം ഗ്രാനി സമ്മതിച്ചത് എന്തുകൊണ്ട്? ഗ്രാനി ഫൈനലി എഗ്രീസ് ടു ട്രാവൽ ടു മസൂറി ബിക്കോസ് ഷീ ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് മണി വുഡ് ബി കമ്മിങ് അലോങ് വിത്ത് ഹെർ. മണിയും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം അവൾ സമ്മതിച്ചത്. അറ്റ് ഫസ്റ്റ് ഷീ വാസ് നോട്ട് റെഡി ടു ഗോ. ആദ്യം അവൾക്ക് സമ്മതമല്ലായിരുന്നു, ബിക്കോസ് ഇറ്റ് മെൻറ്റ് ബീയിങ് സെപ്പറേറ്റഡ് ഫ്രം മണി. കാരണം വെച്ചാൽ മണിയുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ, ആൻഡ് ബിക്കോസ് ദ ജേർണി സീംഡ് ലോങ് ആൻഡ് ഡിഫിക്കൽട്ട്. ജേർണി ആണെങ്കിൽ 2 ദിവസത്തെ യാത്രയുണ്ട്, അത് ലോങ് ആണ്, ഡിഫിക്കൽട്ടാണ് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് വൺസ് മണി ഓഫർ ടു ടേക്ക് ഹെർ, പക്ഷേ മണി കൊണ്ടുപോകാം, അവളെ മണി കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ആൻഡ് മെൻഷൻഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ടു മസൂറി ബിഫോർ, സ്കൂളിൽ നിന്ന് ഒരിക്കൽ മസൂറിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മണി പറഞ്ഞപ്പോൾ ഗ്രാനി ബിക്കെയിം മോർ എന്തൂസിയാസ്റ്റിക്. ഗ്രാനിക്ക് നല്ല ഇഷ്ടമായി, ഓക്കെ പോകാൻ റെഡിയായി. ഷീ ലവ്ഡ് ദ ഐഡിയ ഓഫ് ബീയിങ് വിത്ത് ഹെർ ഗ്രാൻഡ് സൺ ഓൺ ദ ജേർണി. അപ്പോൾ യാത്രയിലുടനീളം ഗ്രാൻഡ് സണിൻ്റെ കൂടെ പോകാം എന്നുള്ളത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമായി. ആൻഡ് ഈവൻ സ്റ്റാർട്ടഡ് പ്ലാനിങ് വാട്ട് തിങ്സ് ടു ബൈ ദെയർ. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാം എന്നുള്ളത് പോലും അവർ പ്ലാൻ ചെയ്തു. ദിസ് ഷോസ് ദാറ്റ് ഹെർ ലവ് ഫോർ മണി മോട്ടിവേറ്റഡ് ഹെർ ടു ഗോ. അപ്പം ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണ്, മെയിൻ റീസൺ എന്താണ്? മണിയോടുള്ള സ്നേഹമാണ് അവളെ ആ ട്രാവലിങ്ങിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രാനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ എവിഡൻറ്റ് ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിലുടനീളം ഗ്രാനിയുടെ കറേജും ഡിറ്റർമിനേഷനും എല്ലാം വ്യക്തമാണ്. സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇൻസ്റ്റൻസസ്. എക്സാമ്പിൾ വഴി ഉദാഹരണം സഹിതം ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കുക അല്ലെങ്കിൽ സമർത്ഥിക്കുക. എങ്ങനെ എഴുതാം? ഗ്രാനി ഷോസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ഇൻ മെനി വേസ്. ഗ്രാനി കറേജും ഡിറ്റർമിനേഷനും, തീരുമാനം എടുക്കാനുള്ള ആ ഒരു കഴിവും ധൈര്യവും എല്ലാം ഒരുപാട് കാര്യങ്ങളിൽ പ്രകടമാക്കുന്നുണ്ട്. ഒന്നാമത്തെ, ഡിസ്പൈറ്റ് ഹെർ പുവർ ഐസൈറ്റ് ഷീ ഈസ് നോട്ട് അഫ്രൈഡ് ടു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ് ടു മസൂറി. അപ്പം അവൾക്ക് പുവർ ഐസൈറ്റ് ആണെങ്കിൽ കൂടിയും അദ്ദേഹം ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ജേണി, മസൂറിയിലേക്കുള്ള ജേണി വേണ്ട എന്ന് വെക്കുന്നില്ല. ഷീ ഈസ് നോട്ട് അഫ്രൈഡ്, പേടിയൊന്നുമില്ല. ഷീ ഇൻസിസ്റ്റ് ഓൺ വാക്കിംഗ് ഓൾ ദ വേ ടു 9 ആൻഡ് കോൺഫിഡൻ്റ്ലി സേസ് ഷീ ക്യാൻ മാനേജ്. അപ്പം 9 വരെ ഇവർക്ക് നടക്കണം, അവരുടെ വീട്ടിൽ നിന്നും 9 വരെ അവർക്ക് നടക്കണം. അത്രയും ദൂരം അവൾ നടക്കുകയാണ്. ഷീ ക്യാൻ മാനേജ് എന്ന് പറയുകയാണ്. വെൻ ഫേസ്ഡ് വിത്ത് ദ ലാൻഡ് സ്ലൈഡ് ഷീ ഡസ് നോട്ട് പാനിക് ബട്ട് എഗ്രീസ് ടു ടേക്ക് ദ മൗണ്ടൻ പാത്ത്. അപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാവരും തിരിച്ച് ആ ബസ്സിൽ 9ലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവൾ ആ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് അല്ലേ, മൗണ്ടൻ പാത്തിലൂടെ ഷോർട്ട് കട്ട് വഴി മസൂറിയിലേക്ക് എത്തിപ്പെടാൻ നോക്കുകയാണ്. സോ ദാറ്റ് ഷോസ് ദ കറേജ്. ഷീ ക്ലൈംസ് അപ്പ് ആൻഡ് ഡൗൺ ഹിൽസ്. അപ്പം മലയൊക്കെ കയറുന്നു, കുന്നിറങ്ങുന്നു. ഇൻ റെയിൻ ആൻഡ് സൺഷൈൻ, മഴയത്തും വെയിലത്തും എല്ലാം മല കയറാനും ഇറങ്ങാനും ഒന്നും അവൾക്ക് ഒരു കുഴപ്പമില്ല. വിതൗട്ട് കംപ്ലൈനിങ്, ഒരു കംപ്ലൈൻറ്റും പറയാതെ. ഈവൻ ആഫ്റ്റർ റീച്ചിങ് മസൂറി ഷീ സ്റ്റാൻഡ്സ് ഇൻ എ ലോങ് ക്യൂ അറ്റ് ദ ഹോസ്പിറ്റൽ പേഷ്യൻ്റ്ലി. അപ്പം മസൂറിയിൽ എത്തിയിട്ടും ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പം ഒരു വലിയ നീണ്ട ക്യൂ ആയിരുന്നു. അപ്പോൾ പേഷ്യൻ്റായിട്ട് ആ ക്യൂ ഒക്കെ നിന്ന് അറ്റ് ദ ഏജ് ഓഫ് 70 അല്ലേ, 70 വയസ്സിലും 70-ാം വയസ്സിലും അവൾ അത്രയും കറേജും ഡിറ്റർമിനേഷനുമാണ് കാണിച്ചത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിങ് ദർ ജേർണി? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? മണി എങ്ങനെയാണ് ഗ്രാനിയെ ആ ജേർണിയിലുടനീളം ഹെൽപ്പ് ചെയ്തത്? ഇത് അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? Mani supports Granny in many ways during their journey. He offers to take her to Mussoorie himself. മസൂറിയിലേക്ക് അവൻ തന്നെ കൊണ്ടുപോകാം എന്ന് പറയുന്നു. He carries a bedding roll and walks beside her the whole way. അപ്പോൾ വഴിയിലുടനീളം ഗ്രാനിയുടെ കൂടെ തന്നെ അവൻ നടക്കുകയാണ്. ഒരു ബെഡിങ് റോൾ ഉണ്ട്. He offers rest breaks and cares about her comfort. അപ്പോൾ ഗ്രാനി ടയേർഡ് ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ടയേർഡ് ആണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ കെയർ കൊടുക്കുന്നുണ്ട്. He laughs and encourages her and even supports her emotionally. അവൻ ഗ്രാനി പറയുന്ന തമാശകളിലൊക്കെ ചിരിക്കുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ഷോൾഡർ ടു റെസ്റ്റ് ഓൺ ഈസ് എ ബ്ലെസ്സിങ് ഇൻഡീഡ്. തല ചായ്ക്കാൻ ഒരു
ഷോൾഡർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പറയാറുണ്ട്. ഡോണ്ട് യു എഗ്രി? നിങ്ങളത് എഗ്രി ചെയ്യുന്നുവോ? ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ്? ഈ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യുന്നത് ജനറേഷൻസ് തമ്മിലുള്ള ബോണ്ടാണ്. അതെങ്ങനെയാണ് ഈ സ്റ്റോറിയിലൂടെ നീളം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്? അതായത് ഗ്രാൻഡ്മയും ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു റിലേഷൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, എ ഷോൾഡർ ടു റെസ്റ്റ് ഓൺ ഈസ് ട്രൂലി എ ബ്ലെസ്സിങ്. അപ്പം അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഒരു ഷോൾഡർ, നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഒരു ഷോൾഡർ തലചായ്ക്കാൻ കിട്ടിയാൽ നമുക്ക് ഇറ്റ് ഈസ് എ ട്രൂലി എ ബ്ലെസ്സിങ്, ഒരു നല്ലൊരു അനുഗ്രഹം തന്നെയാണ്. ഇൻ ദ സ്റ്റോറി ദിസ് ഈസ് ഷോൺ വെൻ ഗ്രാനി റെസ്റ്റ് ഹെർ ഹെഡ് ഓൺ മണീസ് ഷോൾഡർ ഇൻ ദ ബസ്. ബസ്സിൽ മണിയുടെ ഷോൾഡറിലേക്ക് ഗ്രാനി തല വെച്ച് കിടക്കുന്നുണ്ട്. ആൻഡ് ലേറ്റർ മണി റെസ്റ്റ് ഹിസ് ഹെഡ് ഓൺ ഗ്രാനീസ് ഷോൾഡർ വൈൽ റിട്ടേണിങ് ഹോം. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം മണി ഗ്രാനിയുടെ ഷോൾഡറിൽ തല വെച്ച് കിടക്കുന്നുണ്ട്. ദീസ് മൊമെന്റ്സ് ആർ സിംബോളിക്. അതൊരു അടയാളമാണ്. ദേ ഷോ മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് ലവ് അക്രോസ് ജനറേഷൻസ്. അപ്പോൾ അവർ തമ്മിലൊരു മ്യൂച്വൽ സപ്പോർട്ടുണ്ട്, ആൻഡ് ലവ് ഉണ്ട്, സ്നേഹമുണ്ട്. ദ സ്റ്റോറി ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേഴ്സ് ഹൗ ദ ഓൾഡർ ജനറേഷൻ ടേക്സ് കെയർ ഓഫ് ദ യങ് ആൻഡ് ദെൻ ദ യങ് ബിഗിൻസ് ടു കെയർ ഫോർ ദ എൽഡർ ഇൻ റിട്ടേൺ. അപ്പം എങ്ങനെയാണ് ഗ്രാൻഡ്മ മണിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടല്ലേ? ആ ക്രൗഡഡ് ഏരിയയിൽ പോയപ്പോൾ മണിയുടെ ഷോൾഡറിൽ പിടിച്ച് ഫേംലി ഹോൾഡ് ചെയ്ത് വെച്ചു, കാരണം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മണിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മണി ഗ്രാൻഡ്മയുടെ കൂടെ തന്നെ നടന്നു, അങ്ങനെയൊക്കെ കെയർ ചെയ്തു. ദെയർ ബോണ്ട് ഈസ് ഫിൽഡ് വിത്ത് ട്രസ്റ്റ്, അഫെക്ഷൻ ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ അവരുടെ ബോണ്ട് എന്ന് പറയുന്നത്, ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട് ആൻഡ് അനുഭവങ്ങളിലൂടെയുള്ള ഒരു ബന്ധമാണ്. അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അമ്മ ഇല്ലാതിരുന്ന സമയത്ത് മണിയെ നോക്കി വളർത്തിയത് ഗ്രാൻഡ്മയാണ്. ഇറ്റ് റിമൈൻഡ്സ് അസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഫാമിലി ആൻഡ് ടുഗെദർനെസ് ആർ. അപ്പോൾ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ആണ്, കുടുംബത്തിൻ്റെ പ്രാധാന്യവും ടുഗെദർനെസ്, അവരുടെ ഒത്തൊരുമയുമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.